തൃശൂരിലെ CPIM നേതാക്കൾക്കെതിരായ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ പുറത്ത്. ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനോട് സംസാരിക്കുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയാണ്. AC മൊയ്തീന്റെ ഇടപാടുകൾ ടോപ്പ് ക്ലാസുമായി ബന്ധപ്പെട്ടാണെന്നും ശരത് പ്രസാദ് പറഞ്ഞു. ജില്ലാ ലീഡർഷിപ്പുള്ള സാമ്പത്തിക അതൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവൽ മാറും. ആളെന്ന് കാണുന്ന നിലയിൽ അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി അവർക്ക് അത്ര വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി അനൂപ് AC മൊയ്തീൻ നിസ്സാര ആൾക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. വിവാദ ശബ്ദരേഖയിൽ ശരത് പ്രസാദ് പറഞ്ഞത് അനുചിതമായ കാര്യങ്ങളാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ശരത് പ്രസാദിൽ നിന്ന് വിശദീകരണം തേടുമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. യാതൊരു തരത്തിലും വസ്തുതയുമായി പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഏതു ബാങ്കിലാണ് തന്റെ കോടികളുടെ അക്കൗണ്ട് ഉള്ളതെന്ന് മറുചോദ്യവുമായി MK കണ്ണൻ. 100 രൂപയിൽ കൂടുതൽ ഒരു ബാങ്ക് അക്കൗണ്ടിലും ഇല്ലെന്നും പ്രതികരണം. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതലൊരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. എൻ്റെ സാമ്പത്തിക വളർച്ച നിങ്ങൾ അന്വേഷിക്കോ? ED അന്വേഷിച്ചിട്ട് ഒരു നയാ പൈസൻ്റെ പേരിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 6 പ്രാവശ്യം ED മണിക്കൂറുകൾ എന്നെ ചോദ്യം ചെയ്തല്ലോ. എൻ്റെ ഒരു 25 കൊല്ലം 50 കൊല്ലം മുമ്പുള്ള എൻ്റെ എല്ലാം എടുത്തു. എൻ്റെ എല്ലാ ബന്ധുക്കളെയും സാധാരണ കുടുംബക്കാരെ എടുക്കാറുള്ളൂ. ഇത് ഞാനുമായി അകന്ന റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഒരു നയാ പൈസയുടെ വിഷയം എൻ്റെ പേരിൽ ഉന്നയിക്കാനോ എൻ്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് തരാനോ EDക്ക് കഴിഞ്ഞില്ല. EDക്ക് കഴിയാത്ത അപ്പോൾ നിങ്ങൾ കൂടി ഉണ്ടാക്കാൻ പോകണം. ലെവിൻ K വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരിക്കുകയല്ലേ ഈ ശബ്ദരേഖ? തൃശൂർ ജില്ലയിലെ CPM നേതാക്കളെ വെട്ടിലാക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസനോട് ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സംസാരിക്കുന്ന ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നത്. ജില്ലയിലെ പ്രമുഖരായ CPM നേതാക്കൾക്ക് ധനസമ്പാദനത്തിനായി രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നുവെന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. മുൻ മന്ത്രിയായ AC മൊയ്തീൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന MK കണ്ണൻ, തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ശരത്തിന്റെ ശബ്ദ സംഭാഷണത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം ധനസമ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ഈ നേതാക്കൾക്ക് പണത്തിന്റെ കാര്യത്തിൽ പഞ്ഞമില്ലെന്നും AC മൊയ്തീനും MK കണ്ണനും അടക്കമുള്ള ആളുകൾ വലിയ സമ്പന്നരുമായിട്ടാണ് ഡീലിംഗ് നടത്തുന്നതെന്നും ശരത്തിന്റെ ശബ്ദ സംഭാഷണത്തിൽ പറയുന്നു. കപ്പലണ്ടി കച്ചവടം നടത്തി വന്നിരുന്ന MK കണ്ണൻ ഇന്ന് കോടികൾ ആസ്തിയുള്ള ആളാണെന്നും ശരത്തിന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നാണ് ശരത്ത് നൽകുന്ന വിശദീകരണം. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ നിബിൻ ശ്രീനിവാസൻ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുന്നത് തെറ്റാണെന്നും ശരത്ത് പറയുന്നു. തന്റെ ഗുരുസ്ഥാനീയരാണ് ഈ ആരോപണത്തിൽ പറയുന്ന നേതാക്കളെല്ലാമെന്നും ശരത്ത് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം വിഷയത്തോട് പ്രതികരിച്ച CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ശരത്തിന്റെ പ്രതികരണം അനുചിതമാണെന്നാണ് പറഞ്ഞത്. സംഭവങ്ങളെക്കുറിച്ച് വിശദീകരണം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുമെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. ശരത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ കോൺഗ്രസും BJPയും ഏറ്റെടുക്കുന്ന കാഴ്ചകളും ഇന്ന് കാണാനായിരുന്നു. അനിലക്കരയും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും അടക്കം ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബും സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശും അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് CPM ഡീലിന്റെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് വ്യക്തമാക്കി. ഏതായാലും CPM നേതൃത്വത്തെ ആകെ വെട്ടിലാഴ്ത്തിക്കൊണ്ടുള്ള വിവാദം വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഉറപ്പാണ്.